അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് പച്ചച്ചീര കൊണ്ടുള്ളൊരു തോരൻ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ മൂത്ത ഭാഗം തണ്ടുകളൊക്കെ നമുക്കൊന്ന് അരിഞ്ഞു മാറ്റാം. അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുക്കാം. തണ്ടുള്ള ഭാഗം നന്നായി കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ബാക്കിയുള്ള ഭാഗം കുറച്ച് വലുതായിട്ട് അരിഞ്ഞെടുക്കാം. അങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ചുവന്ന ചീരയേക്കാൾ ഗുണങ്ങൾ കൂടുതൽ പച്ചച്ചീരയിലാണെന്ന് പറയപ്പെടുന്നു. മികച്ച ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിരിക്കുന്നു ചീരയിൽ. ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. 100 ഗ്രാം ചീരയിൽ 25% ഇരുമ്പ് സത്ത് അടങ്ങിയിട്ടുണ്ട്. പച്ചിലക്കറികളിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ളതും പച്ചച്ചീരയിലാണ്. ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഒരൽപ്പം പച്ചക്കറികളും ഇലക്കറികളും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാനിത് മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കൈപ്പിടിയോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചിട്ടെടുക്കാം. ഇനിയിപ്പോൾ ചീനച്ചട്ടിയിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ മട്ടരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മട്ടരി നന്നായിട്ട് പൊട്ടി വരണം. അതിനുശേഷം വേണം നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ മട്ടരി ഇങ്ങനെ പൊരിഞ്ഞു വന്നത് നമുക്ക് ചീരത്തോരനിൽ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ തോരന്. ഇനി അരിയൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളകും ഒരു സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചീര ചേർത്ത് കൊടുക്കാം. മുഴുവൻ ചീരയും ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതൊരു 5 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒന്ന് തുറന്ന് വെച്ച് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.